പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദകീ സരസിജങ്കരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. പ്രിയരെ, സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനൽ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയരെ, ഗ്രഹർഷതാരാമയം ആദിദൈവികം പാപാപകം മന്ത്രകൃതം ത്രികാലം എന്നാണ് പറഞ്ഞു വെച്ചത്. ഭഗവാന്റെ സ്ഥൂല ശരീരമായിട്ടുള്ള ചിഞ്ചുമാര ചക്രം, സൂര്യചന്ദ്രന്മാരെ നവഗ്രഹങ്ങൾ ഒക്കെ അടങ്ങിയ ചിഞ്ചുമാര ചക്രവും, അതുപോലെ തന്നെ 9 ഖണ്ഡങ്ങളിൽ ആരൊക്കെ ഏതൊക്കെ വിധത്തിൽ ഭഗവാനെ ഭജിക്കുന്നു എന്നൊക്കെ ഏതൊരാൾ പ്രകീർത്തിക്കുന്നുവോ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് സ്മരിക്കുന്നുവോ അവർക്ക് സർവ്വപാപവും പോവും. ശിശുമാര ചക്രം ഭഗവാന്റെ സ്ഥൂല ശരീരമായിട്ടുള്ള ഈ സ്ഥൂല ശരീരമാണ്. അപ്പം അതിനെ സ്മരിച്ചാൽ, ഈശ്വരനെ സ്മരിച്ചാൽ ഇതിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭൂഗോള വർണ്ണനയുടെ ഒരു ഘട്ടം അവസാനിപ്പിക്കുന്നത്. ഇനി കീഴ്പ്പെട്ട് ഉള്ള കാര്യങ്ങൾ ഒക്കെ ഭൂമിയുടെ മേപ്പെട്ടുള്ള സംഗതിയാണ് പറഞ്ഞത്. താഴത്തേക്ക് എന്തെല്ലാമാണ് ഉള്ളത് എന്ന് പരീക്ഷത്തിന് അറിയണം, അധോലോകങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ഏറ്റവും താഴത്തായിട്ട്, അതായത് കുറേ ലോകങ്ങളുടെ ഒക്കെ മൊത്തത്തിൽ അധോലോകങ്ങൾ എന്ന് പറയും. ഈ അധോലോകങ്ങൾ മേപ്പെട്ട് എഴണം, കീഴ്പ്പെട്ട് എഴണം. അധോലോകങ്ങൾ എഴണം, മേപ്പെട്ടുള്ളത് എഴണം കൂടിയിട്ടാണ് 14 ലോകങ്ങൾ എന്ന് പറയുന്നത്. ഇതിവാ ലോകകൽപ്പന എന്ന് ദ്വിതീയ സ്കന്ധത്തിൽ പറഞ്ഞു. അതിനെ തന്നെ മേപ്പെട്ടുള്ളതൊക്കെ ഒരു ലോകമായിട്ടും കീഴ്പ്പെട്ടുള്ളതൊക്കെ ഒരു ലോകമായിട്ടും നടുവിലുള്ളതൊരു ലോകമായിട്ടും 3 ലോകമായിട്ടും പറയും. അപ്പോൾ ഈ ത്രിലോകത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ അതാണ് അർത്ഥം. ഇതൊക്കെ അതിൽ പെടുന്നുണ്ട്. 7 എണ്ണം ഒന്നാക്കി, ഇത്രയേ ഉള്ളൂ. ഒരു ദിക്കിൽ 3 എന്ന് പറയുക, ഒരു ദിക്കിൽ 7 എന്ന് പറയുന്നത് എന്തെങ്ങനെ, ഒരു ദിക്കിൽ 14 എന്ന് പറയണു, 14ഉം 3 എന്ന് പറയണു. 14 എന്ന് പറഞ്ഞാൽ വേറെ വേറെ പറയണു. 3 എന്ന് പറഞ്ഞാൽ 7 എണ്ണത്തിനെ ഒന്നാക്കി, 7 എണ്ണത്തിനെ ഒന്നാക്കി, നടുവിലത്തെ വേറെയാ, അങ്ങനെ 3 എന്നൊക്കെ നേരത്തെ പറയുണ്ടായല്ലോ. അപ്പം അതിൻ്റെ പേരൊക്കെ പറയാമെന്ന് പറയുകയാണ് ശുഖമഹർഷി. ആതലം, ബിതലം, സുതലം, മഹാതലം, രസാതലം, തലാതലം, പാതാളം. അതിലത്തെ ഈ സുതലത്തിലേക്കാണ് മഹാബലി അയച്ചത്, പാതാളത്തിലേക്കല്ല. പാതാളത്ര സുഖമുള്ള ലോകമല്ല, പക്ഷെ സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം നല്ലൊരു ലോകമാണത്. ഇനി അവിടേക്ക് ആരാര് വസിക്കുന്നു എന്ന് കേട്ടോളൂ. അതലത്തിൽ ബലൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളും കൂട്ടരും കൂടിയിട്ടാണ് വസിക്കുന്നത്. വിതലത്തിൽ ഹാടകേശ്വരൻ എന്ന് പറയുന്ന ശിവൻ്റെ വകഭേദം ആണ്. ശിവന് പല ഭാവങ്ങളുണ്ട്. സുതലത്തിൽ മഹാബലി പറഞ്ഞല്ലോ, കണ്ടോ, സുതലത്തിലാണ് മഹാബലി വസിക്കുന്നത്, പാതാളത്തിലല്ല, ഓർമ്മിക്കുക. മഹാതലത്തിൽ സർപ്പങ്ങൾ, രസാതലത്തിലോ ദൈത്യന്മാർ, അതായത് അസുരന്മാർ, തലാതലത്തിൽ മയനും തൻ്റെ അനുയായികളും, പാതാളത്തിൽ നാഗങ്ങൾ വസിക്കണം. അപ്പോൾ ഇവിടെ ചോദിക്കും, മഹാതലത്തിൽ സർപ്പങ്ങളും പാതാളത്തിൽ നാഗങ്ങളും, സർപ്പങ്ങളും നാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പര്യായപദമായിട്ടാണ് പറയലെന്നുണ്ടെങ്കിലും സാങ്കേതികമായും ജീവശാസ്ത്രപരമായിട്ട് ഒരു വ്യത്യാസമുണ്ട്. ഈ സർപ്പങ്ങൾ പടം ഉള്ളവയാണ്, അവയ്ക്ക് സർപ്പങ്ങൾ എന്ന് പറയൂ. അണലിക്ക് പടം ഇല്ല എന്ന് തോന്നുന്നില്ലേ? അണലിയെ നമ്മൾ സർപ്പമായിട്ട് പറയില്ല. മൂർഖന് പടമുണ്ട്, അത് സർപ്പമാണ്. വെള്ളിക്കെട്ടനും പടം ഉണ്ടോ എന്നറിയില്ല. പടം ഉള്ളവയെ പൊതുവെ സർപ്പങ്ങൾ എന്ന് പറയും. നാഗങ്ങൾ രണ്ടിനും പറയണ പേരാണ് കേട്ടോ. നാഗങ്ങൾ എന്ന് പറയുന്ന കോമൺ ടേമാണ്. പടമുള്ളതിനും നാഗങ്ങളെന്ന് പറയാം, പടമില്ലാത്തതിനും നാഗങ്ങളെന്ന് പറയാം. സർപ്പങ്ങൾ പടമുള്ളതിന് മാത്രമേ പറയൂ. കാരണം അനന്തശ്ചാസ്മി നാഗാനാം, ഗീതയിൽ പറയേണ്ട നാഗങ്ങളിൽ അനന്തനാണ്. അനന്തന 1000 പടം. അപ്പം എന്തിനാ നാഗം എന്ന് പറഞ്ഞ്? അപ്പോൾ പടമില്ലാത്തത് നാഗം എന്നല്ല, പടമുള്ളതും ഇല്ലാത്തതിനും പറയണ പേര് കോമൺ ടേം നാഗം. പടമുള്ളതിന് സർപ്പം എന്നാണ്. വിഷമുള്ളതൊക്കെ വിഷമുള്ളത് സർപ്പവും വിഷമില്ലാത്തത് അങ്ങനെയൊരു പറച്ചിലുണ്ട്. എന്തോ ആവട്ടെ, പാതാളത്തിൽ നാഗങ്ങളും മഹാതലത്തിൽ സർപ്പങ്ങളുമാണ്
വാസക്കാർ എന്ന് പറഞ്ഞാണ് ഈ 14 ലോകങ്ങളിൽ 7 അധോലോകങ്ങളാക്കിയിട്ട്. അപ്പോൾ അവിടേക്ക് എന്താ പ്രത്യേകത വെച്ചാൽ ജരാനരമില്ല, വേർപ്പില്ല, ഇതൊന്നും അവിടെ ഇല്ല അത്രേ. ഇതൊക്കെ ഇങ്ങനെ പറയുക എന്നല്ലാണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവും. എന്താ കാരണം? അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും വേർക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ വേർപ്പില്ലാത്തത് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പായില്ലേ? ഭൂമിക്ക് അടിയിലുണ്ടായിക്കൂടെ? ഭൂമിക്ക് മുകളിലുണ്ടാവും വെച്ചാൽ ഭൂമിക്ക് അടിയിലുണ്ടാവും. അല്ലാതെ തണുപ്പുണ്ടെങ്കിൽ അന്റാർട്ടിക്കയിൽ വേർക്കുമോ? ആർട്ടിക്കയിലും അന്റാർട്ടിക്കയിലൊന്നും വേർക്കില്ല. അപ്പം അതുപോലെ ജരാനരമില്ലാത്ത ഒരു ലോകം നമ്മൾ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ എന്ന് വാശി പിടിക്കരുത്. ചിലപ്പോൾ അതും ഉണ്ടായേക്കാം. ഇപ്പം ഈ ലോകത്തിൽ തന്നെ വാർത്തയ്ക്ക് അത്ര ബാധിക്കാത്തവരില്ലേ? അയാൾക്ക് 60 കഴിഞ്ഞോ? കണ്ടാൽ അറിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചൊരു 35 വയസ്സേ ഉണ്ടാവുള്ളൂ എന്ന്. ചിലപ്പോൾ തലയും കൂടി ഉണ്ടായി ഇതാ പറയാനുമില്ല അല്ലേ? ഇതൊക്കെ ഡൈ ചെയ്യാണ്ട് തന്നെ നരയ്ക്കാത്തവരില്ലേ? നമ്മൾ കാണുന്നുണ്ട്. എല്ലാവർക്കും നരയ്ക്കില്ല. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് വയസ്സ് തോന്നിക്കാത്ത സ്ത്രീകളുണ്ട്, പുരുഷന്മാർ. അപ്പോൾ ഈ ലോകം വിട്ടിട്ട് കുറേയും കൂടി അത് എന്താ പിന്നെ അത്ഭുതം. ഇതൊക്കെ കഥയാണ്, കെട്ടുകഥയെന്നൊന്നും പറയണ്ട. നമുക്ക് കാണാത്തൊക്കെ കെട്ടുകഥ എന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ടോ? ഇന്നലെ എന്തോ ഗതിവശ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. ഇനി ഏറ്റവും താഴത്ത് മൂലദേശം എന്ന് പറഞ്ഞിട്ട് 30,000 യോജന വിസ്തീർണമുള്ള ഒരു സ്ഥലത്താണ് അനന്തൻ ഈ ഭൂമിയെ തൻ്റെ ആ പടത്തിലങ്ങനെ ഏറ്റി നിൽക്കുന്നത് എന്ന് പറയുകയാണ്. ഏകാദശ രുദ്രന്മാർ, നാഗകന്യകമാർ ഒക്കെ ഉണ്ട് അവിടെ. ഒരു കുണ്ടലം മാത്രം ധരിച്ചിട്ടാണത്രേ അനന്തൻ അവിടെ നിൽക്കുന്നത്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ പലതും പറയുന്നുണ്ട്. അഹങ്കാരം കൊണ്ട് ഫാഷൻ എന്ന രീതിയിലാവാം. അന്നിപ്പോൾ അതുണ്ടാവുമോ? അതൊന്നും അല്ല എന്ന് ചിലർ പറയുന്നുണ്ട്. എന്തായാലും ഏകകുണ്ടലധാരി ഇപ്പോൾ ഉണ്ടത്ര ഈ ഫാഷനായിട്ടൊരു കോതിൽ മാത്രം കുണ്ടലം ധരിച്ച് നടക്കണവരെ അറിയില്ല കേട്ടോ. പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്താ വെച്ചാൽ 2 കുണ്ടലം ധരിച്ചാൽ ആരും നോക്കില്ല. അതിൽ അത്ഭുതമൊന്നുമില്ല. എന്നാൽ ഒറ്റക്കുണ്ടലം ധരിച്ചിട്ടെങ്കിലും നോക്കി. എന്താ പേള് ഒറ്റക്കാതിലിട്ടിരിക്കണം അല്ലേ? അത് കണ്ടാൽ എല്ലാവരും ഒന്ന് നോക്കും. അപ്പോൾ ഇവരുടെ ഉദ്ദേശം ഇപ്പോൾ കുപ്രസിദ്ധി ഏതെങ്കിലും ഒന്നേ വേണ്ടൂ. അപ്പോൾ എന്തായാലും ഈ അനന്തൻ ഏകകുണ്ടലധാരിയായിട്ട് എന്തോ അറിയില്ല, അങ്ങനെയാണ് ഇവിടെ പറയണത്. കാണുന്നു അവിടെ നാരദൻ സ്തുതിക്കുന്നുമുണ്ട്. ഉത്പത്തി, സ്ഥിതി, ലയം മുതലായിട്ടുള്ളതിനൊക്കെ കാരണക്കാരനായിരിക്കുന്ന വിഷ്ണു ഈ അനന്തൻ വിഷ്ണു തന്നെയല്ലേ, 2 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരാൾ അങ്ങയുടെ നാമം ജപിക്കുന്നു എന്നാമ സ്മരണ കീർത്തനാത്, കവരണം കൊണ്ടോ കീർത്തനം കൊണ്ടോ അങ്ങയെ സ്മരിക്കുന്നുവോ അവർക്ക് സർവ്വപാപങ്ങളും ഇല്ലാതാകുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെയേറെ അവിടെ ആ നാരദൻ തുതിച്ചു കൊണ്ടിരിക്കണു എന്നും പറഞ്ഞു. അത്രയധികം ഈ ഭൂമിയെ താങ്ങുന്ന ഒരു ഏർപ്പാടാണ് അനന്തനുള്ളത്. അതാണ് അറ്റമില്ലാത്തവൻ അനന്തൻ, അന്തം ഇല്ലാത്ത അറ്റമില്ലാത്തത് എന്ന രീതിയിലൊക്കെ. ഇപ്പോൾ ഈ അനന്തനെ വിഷ്ണുവായിട്ട് നാരദൻ അവിടെ സ്തുതിക്കണമെന്നും പറഞ്ഞ് അധോലോകത്തെ കഴിച്ചു. ഇപ്പോൾ ഭൂലോകത്ത് ഊർധ്വലോകം കഴിഞ്ഞു, അധോലോകം കഴിഞ്ഞു. അവസാനത്തെ ഘട്ടത്തിലേക്ക് ഈ പഞ്ചമസ്കന്ധം കടക്കുകയാണ്. നരകവർണ്ണന. അതൊന്നും ഈ ലോകത്തിൽ പെട്ടതല്ല. ഈ ലോകം വിട്ടാലാണ് നരകവും സ്വർഗവും അല്ലേ? അപ്പം ഈ പറഞ്ഞതിൽ നരകോ നാമ ഭഗവൻ എത്ര തരമുണ്ട്, അത് എവിടെയാണ്, എങ്ങനെയാണ്? ചിലർ പറയുന്നു ഇവിടെ തന്നെയാണ് സ്വർഗം നരകം. അതിൻ്റെ അവസ്ഥകൾ ഒന്നറിയാൻ ഞാൻ ആഗ്രഹിക്കണു എന്ന് പറയുക പരീക്ഷിത്ത് ചോദിക്കുകയാണ് സുഖമഹർഷിയോട്. അപ്പോൾ പരീക്ഷത്തും സുഖമഹർഷിയും തമ്മിലാണല്ലോ സംവാദം. അത് കഴിയായി. ഏതായാലും ഷഷ്ടസ്കന്ധത്തിലുണ്ട് കേട്ടോ, തുടരും അവിടെ. അപ്പോൾ പറഞ്ഞു നരകത്തെക്കുറിച്ചിട്ടൊക്കെ ഈ മരിക്കാൻ പോണ സമയത്ത് പരീക്ഷത്തെ കേൾക്കണോ? ആകെ ഭയാനകമാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് മരിക്കണേക്കാളും നല്ലത് ഭഗവാന്റെ നാമം ജപിച്ച് മരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് തുടർന്നിട്ട് നാമജപത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ നരകം ചിന്തിച്ച് മരിച്ചാൽ ആകെ ബദ്ധാവും ഇല്ലേ? ഏതോ മനസ്സിൽ ചിന്തിച്ച് മരിച്ച് നരകാണച്ചാൽ അടുത്ത് തീർച്ചയായും നരകത്തിൽ പോണ്ടിയില്ലേ? അപ്പോൾ ഏതായാലും ആ നരകത്തിനെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്തിന് അവിടെ പോവാനല്ല. അത് കേട്ടാലാവും ചിലർക്ക് നരകത്തിൽ പോകണ്ടെന്ന് തോന്നുക. സ്വർഗത്തിലത്തെ സുഖങ്ങളും ബാക്കി നല്ല കാര്യങ്ങളും പറഞ്ഞാൽ അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും സപ്താഹത്തിൻ്റെ ഇടയിൽ മൈക്ക് തിരിക്കുന്ന ആൾ അബൂബക്കറോ മുഹമ്മദ് അലിയോ ആരോ ആയിരുന്നു. അപ്പോൾ അവൻ ഈ 3ാമത്തെ ദിവസം നരകവർണ്ണന കേട്ടപ്പോൾ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാതിരുന്നതാ.
വേണ്ടാത്ത സാധനങ്ങളൊക്കെ തിന്നാൽ ഇന്ന സ്ഥലത്ത് നരകം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവനത് മനസ്സിൽ കൊണ്ടു. എന്താ അപ്പോൾ ഇത്, ഇത്രയൊക്കെ സഹിക്കണോ ഇതൊക്കെ തിന്നാൽ? എന്നാൽ ഇനി അടിയൻ തിന്നണില്ല കേട്ടോ എൻ്റെ അമ്പ്രാനി എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഈ സ്വർഗാദി സുഖങ്ങളും മോക്ഷവും ഭഗവാന്റെ കഥകളൊന്നും അവൻ്റെ ചെവി പോയില്ല. പക്ഷേ ജീവികളെ പിടിച്ച് തിന്നു കഴിഞ്ഞാൽ ഇന്ന നരകം കിട്ടുന്നുള്ളത് അവൻ്റെ ചെവിയിൽ പോയി. ഞാൻ ഇനി നോണ് കഴിക്കണില്ല എന്ന് തീരുമാനിച്ചു, പറഞ്ഞു, കഴിച്ചോന്ന് ശരില്ല. അപ്പോൾ ചിലർക്ക് ഈ നരകവർണ്ണന കേട്ടാൽ എന്തുണ്ടാവും? ഭയം ഉണ്ടാവും. പേടിപ്പിച്ചിട്ടെങ്കിലും നല്ല കാര്യത്തിനല്ലേ, ഒരു പേടിപ്പിക്കലൊരു പാപമല്ല എന്നുള്ള ഭാവത്തിലാണ് ഈ നരകവർണ്ണന. അത് എത്ര തരത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ 28 തരം നരകം. ദേവീഭാഗവത്തിൽ കുണ്ടങ്ങളായിട്ട് അനവധി പറയുന്നുണ്ട്. ആ കുണ്ടം, ഈ കുണ്ടം, കൃമികുണ്ടം, ഇല്ലേ, കർണമല കുണ്ടം, നേത്രമല കുണ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കുണ്ടങ്ങളാണ് വർണ്ണിക്കുന്നത്. നിശ്ചല്യാത്ത വിധം അത്രയധികം കുണ്ടങ്ങളെയാണ്. ഇവിടെ ഏതായാലും 28 കേട്ടാൽ തന്നെ ഒരു വിധമൊക്കെ ആവും. പിന്നെ വേണ്ട ഇപ്പം 90 നരകമാണ് അതിൽ ഈ ഭാഗവത്തിൽ. ഏതായാലും 28 നരകങ്ങളുടെ പേര് ഞാനൊന്ന് പറയാമെന്ന് പറയുകയാണ്. എന്തൊക്കെയാണത്? ഇവിടെ ആദ്യം പറഞ്ഞു താമിശ്രം മന്ദതാമിത്രൻ്റെ ഉരവം മഹാരൗരവം കുംഭീപാകം അസിപത്രവനം, അതുപോലെ തന്നെ തപ്തസൂർമി വജ്രകണ്ഠകശാൽമലി. പേരെന്നെ കേട്ട് കഴിഞ്ഞാൽ പേടിയാവും നമുക്ക്. അപ്പം അങ്ങനത്തെ കുറേ നരകങ്ങൾ പഞ്ചമസ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ നരകങ്ങൾ പിന്നെയും താമിത്രം, അന്ധതാമിത്രൻ, രൗരവം, മഹാരൗരവം, കുംഭീപാകം, കാലസൂത്രം, അതിപത്രവനം, വജ്രകണ്ഠകശാൽമരി, അതുപോലെ തന്നെ വൈതരണി, പൂയോദം, പ്രാണരോധം, വിശ്വസനം, ലാലാഭക്ഷം, സാരമേയാദനം, അയപ്പാനം, ക്ഷാരകർദ്ദമം, ശൂലപ്രോദം, ദന്തശൂത, അപടനിരോധം, സൂചിമുഖം ഇതി 28 നരക. 28 കേട്ടോ നരകം. 28 നരകം പറയാൻ തുടങ്ങിയാൽ 1 മണിക്കൂർ കൊണ്ട് കഴിയില്ല. കൂടുതൽ പറയുക വെച്ചാൽ പിന്നെയും പറയാം. ഇവിടെ നമുക്കിപ്പോൾ 12 മിനിറ്റ് കഴിഞ്ഞ് 6-7 മിനിറ്റിൽ ഒതുക്കണ്ടേ. ചിലതൊക്കെ പറയാം, അല്ലാണ്ട് ഇപ്പം എല്ലാതും പറയാൻ നിന്നാൽ എവിടെയും എത്ര കാലം കഴിഞ്ഞാലും നരകവർണ്ണനയാണ് നീങ്ങില്ല. ആദ്യത്തെ പറയുകയാണ് ഇവിടെ താമിശ്രം. അതിൻ്റെ സ്വഭാവം എന്താണ്? ഏത് കുറ്റം ചെയ്താലാണ് അവിടെ എത്തുക? 2 കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താമിശ്രത്തിലെ സ്വഭാവം ഇരുട്ടാണ്. കണ്ണ് കാണാത്ത ഇരുട്ട് കൂടെ നമ്മളിങ്ങനെ നടത്തുക. തലമുട്ടും കുണ്ടിച്ചാടും തടയും കണ്ടാവും. ഇരുട്ട് കൂടെ നടക്കുമ്പോൾ അതൊക്കെയാണല്ലോ ഉണ്ടാവുക. അപ്പം അതാണ് എന്ത്? താമിശ്രം. അതാർക്കാണ് കിട്ടുക? അത് വേറൊരാളുടെ ധനം, വേറൊരാളുടെ പത്നി, ഇതിലൊക്കെ ആഗ്രഹം ഉണ്ടാവുക, അതിനെ സ്വന്തമാക്കണം എന്ന തോന്നൽ വരിക, അവർക്കുള്ള സമ്മാനം. ആ ടിക്കറ്റ് എടുത്താൽ അത്രേ അവിടേക്ക് എത്തുക, യാത്ര ചെയ്യാനായിട്ട് പറ്റുക. ഇനി അന്ധതാമിശ്രം അത് എങ്ങനത്തേതാ ചോദിച്ചാൽ നല്ല കട്ട പിടിച്ച ഇരുട്ടും ഇരുട്ടത്തെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കൂടും. താമിശ്രത്തേക്കാൾ ഒരു 10 മടങ്ങ് കൂടും അല്ലേ. ഫസ്റ്റ് ക്ലാസ് എ സി ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് എ സി അല്ലാത്തതും ഉണ്ട് അല്ലേ. എന്ന പോലെ രണ്ടും ഫസ്റ്റ് ക്ലാസ്സാണ്. പക്ഷേ അതിൻ്റെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നോൺ എ സി ഉണ്ട്, എ സി ഉണ്ട്. നോൺ എ സി ഫസ്റ്റ് ക്ലാസ് അല്ല വിചാരിച്ച് കയറിയിട്ട് ഒരിക്കലും ഫൈൻ കൊടുക്കേണ്ടി വന്നു എനിക്ക്. ഞാൻ വിചാരിച്ച് എ സി ഒക്കെ ഫസ്റ്റ് ക്ലാസ് അല്ലാത്തതൊക്കെ സെക്കൻഡ് ക്ലാസ് എന്നാ. എ സി നോൺ എ സി ഉണ്ട് അത്രേ. ഫസ്റ്റ് ക്ലാസ് നോൺ എ സി. അതുപോലെയാണ് ഈ താമിശ്രം അന്ധതാമിശ്രം ഏകദേശം ഒന്ന് തന്നെ. പക്ഷേ ഒന്നിൻ്റെ തീവ്രമാണ് മറ്റത്. ഇരുട്ടന്നെയാണ് രണ്ടിൻ്റെയും സ്വഭാവം. പക്ഷേ ഈ അന്ധതാമിശ്രത്തിൽ നേരത്തെ താമിശ്രത്തിൽ 5 സ്ഥലത്ത് വീണാൽ അതിൽ 10 സ്ഥലത്ത് വീഴും. അതിൽ 10 സ്ഥലത്ത് മുട്ടിയാൽ അതിൽ 20 സ്ഥലത്ത് മുട്ടും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അതിൻ്റെ കുറച്ചും കൂടി തീവ്രത. അതാർക്കാണ് കിട്ടുക? വഞ്ചന, പരദ്രോഹം ഇതൊക്കെ ചെയ്യണവർക്ക്. ഗൾഫിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കാശ് മേടിക്കുക, പറ്റിക്കുക, പിന്നെ ബോർഡും ഉണ്ടാവില്ല, ആപ്പീസും ഉണ്ടാവില്ല. അങ്ങനത്തെ വഞ്ചനയാവാം. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിക്കാതിരിക്കുക, അങ്ങനത്തെ വഞ്ചനയാവാം. സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് വേറൊരാളുടെ സ്ഥലമായിരിക്കും, ഇയാളുടെ പേരിലുള്ള പട്ടയം കൊടുത്തിട്ട് കുറ്റിയൊക്കെ അടിക്കാൻ നോക്കുമ്പോൾ ഇൻജങ്ഷൻ ഓർഡർ. ആരുടെ സ്ഥലത്താകുമ്പോൾ നിങ്ങൾ കുറ്റിയടിക്കണേ? ഇത് ഞാൻ വാങ്ങിയതാണ്, എന്നാ യഥാർത്ഥ ആധാരം എൻ്റെ കയ്യിലാണ് കേട്ടോ, ഒഴിഞ്ഞോളൂ. കാശും പോയി, മറ്റേ വിദ്വാൻ്റെ ഒന്നുമില്ല, ഫോൺ നമ്പറും ഇല്ല, യാതൊരു ട്രേസ്. എവിടെ നോക്കിയാലും കാണില്ല അവൻ ഏതിയെ രക്ഷപ്പെട്ട, എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് അറിയില്ല.
ഇന്നിപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ആധാർ ഉള്ളതുകൊണ്ടേ അല്ലേ, നമ്മുടെ മോഡി അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ആധാർ വേണം, പാൻ കാർഡ് വേണം, ഐഡൻറ്റിറ്റി വേണം, ഇലക്ട്രൽ കാർഡ് വേണം എന്നൊക്കെ പറഞ്ഞാൽ ചിത്രം ഇപ്പോൾ പിടിക്കും. ഇപ്പോൾ പണ്ടത്തെ പോലെ നടക്കണില്ല. പക്ഷേ പണ്ട് ഇതൊക്കെ നടന്നിരുന്നു എന്നാണ്. ഇതൊക്കെ പേപ്പറിൽ വന്ന വാർത്തേനെ. കുറ്റിയടിച്ച് വീട് പണിയുമ്പോൾ അത് ഞങ്ങളുടെ കേട്ടോ എന്നും പറഞ്ഞും കൊണ്ട് അല്ലേ അങ്ങനത്തെ ഒരു ബില്ലിപ്പോൾ വേണ്ടാച്ചു വഖഫ് ബോർഡേ. അവർക്ക് പണി ചെയ്താൽ അത്ര എല്ലാതും തൻ്റെയൊക്കെ. അപ്പം എന്തായാലും ആ വഞ്ചനയ്ക്കാണ് എന്ത് അന്ധതാമിശ്രം, പരദ്രോഹം, വഞ്ചന. ഇനി മൂന്നാമത്തെയാണ് എല്ലാതും പറയുന്നില്ല കേട്ടോ, കുംഭീപാകം. എന്താ കുംഭീപാകം എന്ന് പറഞ്ഞാൽ തിളയ്ക്കണ എണ്ണ. മുളകും കൊണ്ടാട്ടമൊക്കെ വറക്കില്ലേ എന്ന പോലെ വലിയ പാത്രത്തിൽ മനുഷ്യനെ ഇട്ടിട്ട് അത്രേ വറക്കുക. അതിന് പറ്റിയിട്ടുള്ള അടുപ്പും അതിന് പറ്റിയിട്ടുള്ള കയ്യിലും ഈ എണ്ണയ്ക്ക് ഇങ്ങനെ വാർന്നു പോകാളൊക്കെ എത്ര വലിപ്പമുണ്ടാവും, ഒരാളെ എടുക്കേണ്ടതാണ്. അതിന് മാത്രമുള്ള ഓട്ടയായിട്ട് യമദൂതന്മാർ വറക്കും ഇട്ടിട്ട് എന്നാൽ ചൂടിൽ എണ്ണ തിളയ്ക്കണ ചൂടിലിട്ടിട്ടേ തുള്ളി എണ്ണയായി കഴിഞ്ഞാലുള്ള വിഷമം നമുക്ക് ആയവർക്കേ അറിയൂ. അതാർക്കാ കിട്ടുക? ജീവികളെ ചൂട് അനുഭവിപ്പിക്കുന്നവർ. തേനീച്ചയുടെ ചൂട്ടിലൊക്കെ ഈ ചൂട്ടിട് കാട്ടിയിട്ടേ അവയെ ചുട്ട് വീഴ്ത്തുക, കൊല്ലുക, ജീവികളെ ചൂടനുഭവിക്കുക. ആമയെ തീയിലിട്ട് ചുടുക, ഈ മത്സ്യങ്ങളെ തീയിലിട്ട് ചുടുക, ചിലരൊക്കെ ജീവനോടെയും ചുടുത്ര. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ ശിക്ഷ. ഇനി ബ്രാഹ്മണർക്ക് വേണ്ട ദ്രോഹം ചെയ്യുക, ബ്രാഹ്മണർക്ക് ദ്രോഹം ചെയ്യണവർ, പിതൃക്രിയ വേണ്ട പോലെ ചെയ്യാത്തവർ, ശ്രാദ്ധ കൂട്ടാത്തവർ, ഇവർക്കൊക്കെയാണ് അത്രേ കാലസൂത്രം. ബ്രാഹ്മണരുടെ മനസ്സ്, യഥാർത്ഥ ബ്രാഹ്മണർ കേട്ടോ, അത് അവരുടെ മനസ്സ് വേദനിച്ചാൽ തീർച്ചയായിട്ടും അത് തട്ടും. എത്രയോ കഥകൾ അതിനെ കാണിക്കാനുണ്ട്. അവർക്ക് കാലസൂത്രം ഇതതിൻ്റെ സ്വഭാവം. ചെമ്പ് ഇങ്ങനെ അടിയിൽ പഴുപ്പിച്ച് മുകളിൽ കൂടെ നടത്തുക. അപ്പം നല്ല സുഖം ഉണ്ടാവും കാലിനല്ലേ. ഇത്ര സുഖം വേണ്ടാന്ന് പറഞ്ഞിട്ടൊന്ന് വീണ് നോക്കും, അപ്പം മേലും മൊത്തത്തിലാണ് പൊള്ളുക. അപ്പോൾ വീണ്ടും എണീക്കും, കാലുമ്പിലാവും പൊള്ളൽ. ഇങ്ങനെ വീണിട്ടും അതേപോലെ തന്നെ എഴുന്നേറ്റിട്ടും ചൂട് സഹിക്കുക വയ്യാതെ കാലസൂത്രം അനുഭവിക്കേണ്ടി വരും. ബ്രാഹ്മണരെ ദ്രോഹിക്കുക, അവരുടെ മനസ്താപം ഉണ്ടാവുക, പിതൃക്കൾക്ക് പിതൃക്രിയ, ശ്രാദ്ധം മുതലായിട്ട് ചെയ്യാതിരിക്കുക. ഇവർക്ക് ഈ മതവിശ്വാസത്തെ ആവശ്യമില്ലാതെ ചോദ്യം ചെയ്യുക. പലതും ഉണ്ട്. അപ്പം എന്താ ശബരിമലയ്ക്ക് സ്ത്രീകൾക്ക് പോയാൽ അങ്ങനത്തെ ആചാരം മാറ്റിയാൽ എന്താ, പഴയ ആചാരത്തിന് എന്താ പ്രസക്തി, ഏതിനാണ് പ്രസക്തി, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നമുക്ക് മുഴുവൻ അറിയില്ല. നമുക്ക് മുഴുവൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? എന്നാ പറയുക നാളികേരം ആദ്യം ഉണ്ടായത്, തെങ്ങ് ആദ്യം ഉണ്ടായത്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, വേണ്ടാന്ന് വയ്ക്കേണ്ടി വരും. അതുപോലൊരു ചോദ്യമാവും, ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല. എന്നാലും അതാണ് ഇതുവരെ ചെയ്തു വന്നത് അനുസരിച്ച് പേല എന്തെന്ത് പേല പറയാൻ പോകണ്ട. കാരണം അതിൽ കാര്യമുണ്ടോ ഇല്ലയോ രണ്ടും നമുക്കറിയില്ല. ഉണ്ടോ? അപ്പം ഉണ്ടെങ്കിൽ എന്തിനാ ഈ ലംഘിച്ചിട്ട് കുഴപ്പമുണ്ടാക്കണം? ഇല്ലെങ്കിലും അനുസരിച്ചുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഒന്നുമില്ല വിചാരിക്കുക. നിങ്ങൾ എന്തിനാ ഇല്ലാത്ത പേല ആചരിച്ചതെന്ന് ആരും ചോദിക്കില്ല. പക്ഷെ ഉള്ള പേല എന്താ ആചരിക്കാഞ്ഞെന്ന് പലരും ചോദിച്ചു എന്നും വരും ഇല്ലേ. ഇല്ലാത്ത പേല ആചരിച്ച അയാൾക്ക് ഒരു കോമാളി എന്ന് പറയുന്നല്ലാണ്ട് ആരും ശിക്ഷയൊന്നും കൊടുക്കില്ല. അപ്പം അതേപോലെ ഈ ആചാര ലംഘനങ്ങൾ ഒരു നല്ല കാര്യമല്ല എന്നാണ്. അവർക്കാണ് അസിപത്രവനം എന്ന് പറയുന്നത്. അല്ല, മൂർച്ചയുള്ള പനയുടെ ഓല അതുള്ള ചെടിയുടെ ഇടയിൽ കൂടെ നടക്കും. അത് മേലിൽ കൊണ്ട് ചോര തെറിച്ച് ബുദ്ധിമുട്ടും എന്ന് പറയുന്നത്. ഈച്ച, കൊതുക് മുതലായിട്ട് ഇതിനെ ഉപദ്രവിക്കുന്നവർക്ക് അന്ധകൂപം, നല്ല ആഴമുള്ള ഇരുട്ടുള്ള കിണറിൽ കുപ്പിച്ചില്ലും മുള്ളും ഇട്ടിട്ട് യമൻ ഉപദ്രവിക്കും. ഗൃഹസ്ഥൻ ചെയ്യേണ്ട പഞ്ചയജ്ഞം മുടക്കുക. പഞ്ചയജ്ഞത്തിനെ കുറിച്ച് ഓരോരുത്തർ പറയാട്ടോ, അത് വലിയൊരു ടോപ്പിക്കാണ്. അത് ചെയ്തില്ലെങ്കിലോ നോക്കുക, അവിടേക്ക് നോക്കുക. കൃമിഭോജനം, അതായത് അന്നദാനമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. എന്തെങ്കിലും ഒരു ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കഴിക്കുക. ഒന്നുമില്ലെങ്കിൽ കാക്കയ്ക്കെങ്കിലും 2 വറ്റിട്ട് കൊടുക്കുക, ശുദ്ധമായിട്ടുള്ളത് കേട്ടോ. എച്ചിൽ കൊടുക്കുകയല്ല. കാക്ക എന്ന് പറഞ്ഞാൽ പല പ്രത്യേകതകളുണ്ട്. അത് ചെയ്യാത്തവനെ അന്നദാനം ചെയ്യാതെ ഇവിടുന്ന് മരിച്ചു പോയാൽ അവർക്കുള്ളതാണ് കൃമിഭോജനം. എൻ്റെ ഊണൊക്കെ അത്ര നികൃഷ്ടമായിരുന്നു, ഒരു വറ്റ് നീ മറ്റൊരാൾക്ക് കൊടുത്തിട്ടില്ലല്ലോ, കൃമിയെ തിന്ന്, ഇനി നീ വല്ലാതെ ഊണയൊക്കെ കൊടുക്കാണ്ട് എന്നും പറഞ്ഞ് കൃമിയെ തീറ്റിക്കും. അതുപോലെ മോഷണം നടത്തിയാൽ ഇരുമ്പ് പ്രതിമ, ഇരുമ്പിൻ്റെ ദണ്ട് ചൂടാക്കി ശരീരത്തിലേക്ക് അറച്ച് കയറ്റുക. സ്വന്തം പത്നിയെ കൂടാതെ മറ്റ് സ്ത്രീകളെ സ്വീകരിച്ചവർക്ക് ഇരുമ്പിൻ്റെ പ്രതിമ ആലിംഗനം ചെയ്യിക്കുക. സ്ത്രീയാണ് തെറ്റ് ചെയ്തെങ്കിൽ പുരുഷ പ്രതിമയെ ആലിംഗനം ചെയ്യേണ്ടി, പുരുഷനാണ് തെറ്റ് ചെയ്തെങ്കിൽ സ്ത്രീ പ്രതിമയെ ഇരുമ്പ് പഴുപ്പിച്ച് ആലിംഗനം ചെയ്യുന്നതിനാണ് തപ്തസൂർമി. നീച സ്ത്രീകളെ
സ്വീകരിച്ചാൽ വജ്രകണ്ടകശാൽമലി രാജാവുണ്ടല്ലോ ഈ ടാക്സൊക്കെ പിരിച്ചിട്ട് കുടുംബത്തിലേക്കാണ് കോടികൾ സമ്പാദിച്ചതെങ്കിൽ ഇപ്പോഴത്തെ രാജാക്കന്മാരുടെ കഥയൊക്കെ പറയാണ്ടിരിക്കുക നല്ലത്. വൈതരണി കൂർത്തുമൂർത്തുള്ള മുള്ളും കല്ലും കുപ്പിച്ചില്ലും വൃത്തികെട്ട ദ്രാവകങ്ങളും അഴുക്കുചാലൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഈ ഭരണ നേതാക്കൾക്ക് നടക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഭരണ നേതാക്കൾക്ക് എത്ര നടന്നാലും മതിയാവുക നിശ്ചയില്ല. ഇവിടെ മാത്രമേ കോടതിയെ സ്വാധീനിക്കലൊക്കെ നടക്കുള്ളൂ. അവിടെ നടക്കില്ല എന്ന് പറയുകയാണ്. അവിടുത്തെ ജഡ്ജിമാരൊന്നും കൈക്കൂലി വാങ്ങണവരല്ല, ഭീഷണിക്ക് വഴങ്ങണവരും അല്ല. ഒരു രക്ഷയില്ല. വൈതരണി. പിന്നെ പറഞ്ഞു പൈസ ഉണ്ടായിട്ട് കൊടുക്കാത്തവർക്ക് സപ്താഹത്തിനോ അന്നദാനത്തിനോ അമ്പലം നന്നാക്കാനോ ചോദിച്ചാൽ ഒരു 25 ഉറുപ്പ്യ എഴുതിക്കുള്ളത് വൈകുന്നേരം എത്തിക്കുള്ളൂ, ഇപ്പോൾ കയ്യിലില്ല എന്നും പറഞ്ഞ് ഈ പിരിവിന് നടക്കുന്ന ആൾക്കാർ ഉപദ്രവിക്കുക. അവർക്ക് വേണ്ടത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും സൂചിമുഖം പപ്പടക്കോല് പോലത്തെ സൂചിയാണ്ട് കയറ്റും ശരീരത്തിൽ കൂടെ. ഇങ്ങനെയല്ലേ നീ എൻ്റേതും പറഞ്ഞ് കാശ് തടഞ്ഞു വെച്ചത്, അതിൻ്റെ സുഖം ഒന്ന് അനുഭവിക്കുക എന്ന് പറഞ്ഞതിനാണ് സൂചിമുഖം എന്ന് പറയുക. അപ്പം അതും ഒരു വലിയ തെറ്റാണ്. പൈസ ദാനം ചെയ്യേണ്ടതും കൂടിയിട്ടാണ് നമുക്ക് തന്നിരിക്കണം. ഇനി കള്ളസാക്ഷി പറയുക, നുണ പറയുക, ഒരു മടി ഉണ്ടാവാണ്ട് നുണ പറയാൻ ചിലക്ക് നല്ല സ്വാധീനമാവും അല്ലേ നാവ്. നമുക്കൊന്നും അത്ര വേഗം കടകവിരുദ്ധമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുഖം തന്നെ പറയും അത് കളവാണ്. കാരണം ഒരു ചിരിയെങ്കിലും വരും, അല്ലെങ്കിൽ ഒരു പരിഭ്രമം ഉണ്ടാവും. കാരണം കളവാണ് എന്നൊരു ഭീതി. അപ്പോൾ അത് പറയരുത്. അവർക്കുള്ളതാണ് അവീശി. അതെങ്ങനെ ശിക്ഷ? മോളിൽ നിന്ന് താഴത്തേക്ക് ഒരൊറ്റ ഏറ്. എത്ര നുണ പറഞ്ഞോ അത്ര പ്രാവശ്യം മരിക്കില്ല എന്നാണ്. ഈ ഏറിൽ മരിക്കാതിരിക്കാനും അഥവാ മരിച്ച ശരീരം കൊടുക്കത്രേ, എന്നിട്ട് വീണ്ടും ആ ഏറ് സഹിക്കണം. 100 നുണ പറഞ്ഞാൽ 100 പ്രാവശ്യം ഏറ് മുകളിൽ നിന്നേ. അവിടെ നുണ പറയണ ഒരു നല്ലോണം ചിന്തിക്കുക. താഴത്തേക്ക് എറിഞ്ഞിട്ട് ശരീരം ഛിന്ന ഭിന്ന ആവണ അവസ്ഥയുണ്ടല്ലോ, വിചാരിക്കാനും കൂടി വയ്യ. ഈ മോഹം ജനിപ്പിക്കണ സാധനം ലേശെങ്കിലും 4 പെഗ് കഴിച്ചാലേ ചിലർക്ക് പണിയെടുക്കാനും പറ്റൂ, ഉറങ്ങാനും പറ്റൂ അല്ലേ? എന്തൊക്കെ തരത്തിലാണ് ലഹരി വിരുദ്ധ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഷോപ്പുകൾക്കൊരു കുറവുമില്ല, കള്ള് ഷാപ്പിനും കുറവില്ല, മദ്യഷാപ്പിനും കുറവില്ല. പുതിയത് വേണമെങ്കിൽ ലൈസൻസും കിട്ടും. പക്ഷേ ലഹരി വിരുദ്ധമാണ്. ഇനി ഇത് ആൾക്കാരുടെ കണ്ണുപൊടിയിടാനല്ലേ? ആലോചിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്താൻ ആഗ്രഹിക്കുന്നവർ ആദ്യം വേണ്ടത് എന്താ? മദ്യഷോപ്പ് പൂട്ടുകയാണ്. എന്തായാലും അങ്ങനെ ചെയ്യുന്നവർക്ക് ഇരുമ്പ് ചൂടാക്കിയിട്ട് അത്രേ വായ തുറന്ന് അതിലിക്കാണ്ട് ഒഴിക്കും യമൻ. നെഞ്ഞത്ത് ചവിട്ടിയിട്ടേ ഇതാ കുടിക്കുക, നീ ഏതായാലും കുറേ പെഗ് കുടിച്ചതല്ലേ, കുറച്ച് പെഗ് ഇതും കൂടി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അയപ്പാനം. കയറി വരുന്ന അതിഥികളെ അപമാനിക്കുക. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ സത്താക്കാരൊക്കെ ഉണ്ടെന്ന് കേട്ടാൽ വീട് പൂട്ടി പോണ ആൾക്കാരുണ്ട്. എന്താ പറയുക, അവരുടെ ഭരണം വയ്യാന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അവരെയൊക്കെ ശരിക്ക് അവരുടെ വീട്ടിൽ സൗകര്യമില്ല എന്നിട്ടല്ല അവരിതിന് പോണത് ആണോ? അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ആരുടെ കടമയാണ്? ആ ദേശവാസികളുടെ ഓരോരുത്തരുടെയും കടമയാണ്. യജ്ഞം നടത്തുന്ന കമ്മിറ്റിക്കും യജമാനും മാത്രമേ പാടുള്ളൂ എന്നില്ല, ആർക്കും ആവാം. അല്ലാത്തവർക്ക് പര്യാവർത്തനം. കഴുകൻ്റെ അത്രയോടെ കണ്ണിങ്ങോട്ട് കുത്തി പൊട്ടിക്കുന്നവരാണ്. ഈ കണ്ണുകൊണ്ടല്ലേ നീ കയറി വരുന്ന അതിഥി അവജ്ഞയോടുകൂടി നോക്കിയത്? ആ കണ്ണ് വെച്ച് നടക്കണ്ട എന്നും പറഞ്ഞ് കണ്ണ് കുത്തി പൊട്ടിക്കുന്ന കഴുകന്മാർക്കാണ് പര്യാവർത്തനം. 28 പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും നമുക്ക് നിർത്തുക. ഈ നരകങ്ങൾ ഒഴിവാക്കാൻ എന്താ മാർഗം? ഇത് കേട്ടിട്ട് മരിച്ചാൽ ഉറപ്പാ നരകത്തിലേക്ക് പോകേണ്ടി വരും. അപ്പം അത് ഏതായാലും ഈ പരീക്ഷത്തിന് മരിക്കാൻ പോവല്ലേ 7 ദിവസം കഴിഞ്ഞാൽ, വേണ്ട, നല്ലത് കേട്ടിട്ട് മരിക്കാം. ഇനി നമുക്ക് നരകം നിർത്തി അതിനുള്ള പരിഹാരം എന്താണ് ചോദിക്കുകയാണ് പരീക്ഷിത്. എനിക്ക് ഏതായാലും ഇത് കേട്ടിട്ട് മരിക്കാൻ വയ്യ, എന്നാൽ മരിക്കാൻ വിരോധമില്ലാത്ത രീതിയിൽ പറയാം. അതെന്താണ്? ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാൽ മതി പരീക്ഷിത്തെ. ഈശ്വരനാമങ്ങൾ ജപിച്ചിട്ട് എല്ലാ പാപങ്ങളും നമുക്ക് ഇല്ലാണ്ടാക്കാം. അതുകൊണ്ട് പേടിക്കേണ്ട. നാരായണ നാമങ്ങൾ ജപിച്ച് സർവ്വപാപത്തിൽ നിന്നും പാപിയായിട്ടുള്ള അജാമിളൻ രക്ഷപ്പെട്ട കഥ അജാമിളോപാഖ്യാനം. ആ നല്ല കഥ ഇങ്ങോട്ട് കേട്ടോളൂ. എന്നാൽ ഈ നരകവർണ്ണന കൊണ്ടുണ്ടായിട്ടുള്ള ഭയം എല്ലാം തീരും എന്നും പറഞ്ഞ് അജാമിളമോക്ഷം നമുക്ക് കേട്ടാൽ തന്നെ അജാമിളമോക്ഷം, ഗജേന്ദ്രമോക്ഷം എന്നൊക്കെ കേട്ടാൽ തന്നെ ഒരു സുഖമുണ്ട്. അത് കേൾക്കാനുള്ളൊരു അഗ്രത ഉണ്ടാവും. അത് പറയാമെന്നും പറഞ്ഞിട്ടാണ് പഞ്ചമസ്കന്ധം അവസാനിച്ചു. ഷഷ്ടസ്കന്ധം തുടങ്ങണത്. നമുക്ക് അടുത്ത ഭാഗത്താവാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ
കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.